ആലത്തൂർ തൃപ്പാളൂർ കൂട്ടമൂച്ചി ശ്മശാന നിർമ്മാണം സ്തംഭിച്ചിട്ട് 4 വർഷം. ഇനിയും ശ്മശാനം തുറന്നുകൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഗായത്രിപ്പുഴയുടെ തീരത്ത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പഴയ ശ്മശാനമാണ് നവീകരിച്ച് വാതക ശ്മശാനമാക്കാനായി തീരുമാനമെടുത്തത്. ഫലത്തിൽ ശ്മശാനം ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കുമെന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നിർമ്മാണത്തിന് തീരുമാനമെടുത്തത്. നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാനായിട്ടില്ല. പ്രധാനപ്പെട്ട കെട്ടിടവും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഇരിക്കാനുള്ള ഷെഡും നിർമ്മിച്ചെങ്കിലും യന്ത്രസാമഗ്രികൾ എത്താത്തതാണ് തുറന്നുകൊടുക്കാതിരിക്കാൻ കാരണമായി പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംരംഭമാണ് ഇത്. 1 കോടി രൂപയാണ് ചെലവ്. 60 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും ബാക്കി ഗ്രാമപഞ്ചായത്തുമാണ് നിർമ്മാണം നടത്തുന്നത്. പുഴയോരത്തായതിനാൽ പൈലിംഗ് നടത്തിയാണ് പണി ആരംഭിച്ചത്. കെട്ടിടം താഴ്ന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കേണ്ടി വന്നു. എന്നാൽ സെപ്റ്റംബർ അവസാനത്തോടെ സ്ഥാപനം തുറന്നുകൊടുക്കാനാവുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി പറയുന്നത്. അതേസമയം തുറന്നുകൊടുക്കാൻ വൈകുന്നതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് 2 സ്വകാര്യ വ്യക്തികൾ 72 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിയ ആ സ്ഥലത്താണ് ഈ വിഷയം ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് 60 ലക്ഷം രൂപയും ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് 40 ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 5 കൊല്ലം മുൻപ് പ്രവർത്തനം ആരംഭിച്ച വാതക ശ്മശാനം ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥയല്ല, കടും കാര്യസ്ഥതയിലെ കഴിവില്ലായ്മയാണ് ഈ 5 വർഷകാലമായിട്ടും ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ കഴിയാത്തത്. ഈ ആലത്തൂർ പ്രദേശത്തെ ജനങ്ങൾ മിക്കവാറും മരണമടയുമ്പോൾ ഐവർമഠം അല്ലെങ്കിൽ വക്കാവ് അല്ലെങ്കിൽ കാവശ്ശേരി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ എരുമൂര് പഞ്ചായത്തിലേക്ക് ഒക്കെ ആശ്രയിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇത്ര നല്ല സൗകര്യമുള്ള ഈ സ്ഥലത്ത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും എരുമൂര് പഞ്ചായത്തിൻ്റെയും അധീനതയിലുള്ള ഒരു ശ്മശാനമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പണികൾ ഉടൻ പൂർത്തീകരിക്കാൻ 5 വർഷക്കാലമായി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നല്ലപോലെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയും ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റായി 32,84,520 രൂപയുമാണ് വിനിയോഗിച്ചിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.